2:40. ലൂക്കോസിൻ്റെ സുവിശേഷം 2:40. ഇങ്ങനെയാണ് വായിക്കുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. അതാണ് 4 കാര്യങ്ങളാണ്, 4 മണ്ഡലങ്ങൾ വരുന്നു. പൈതൽ വളർന്നു, ദാറ്റ്സ് എ ഫിസിക്കൽ സൈഡ്. ജ്ഞാനം നിറഞ്ഞു, സോഷ്യലായിട്ട് പെരുമാറാൻ. ആത്മാവിൽ ബലപ്പെട്ടു, സ്പിരിച്വലാണ്. ദൈവകൃപയും അവൻ്റെ മേലുണ്ട്. ദൈവകൃപ ഉണ്ടായിരുന്നപ്പം മെൻ്റലി അല്ലെങ്കിൽ അവന് ബുദ്ധിജ്ഞാനത്തിലും ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റിയതാണ് മക്കൾക്ക് വേണ്ടി. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുൻപേ നമ്മൾ പാട്ട് പാടിക്കൊടുക്കും. പൈതൽ വളർന്നു. എങ്ങനെയാണ് പൈതൽ വളർന്നത്? പൈതൽ വളർന്നു, വളരണമല്ലോ. വളരാതെ സ്റ്റണ്ടായിട്ടിരുന്നാൽ, ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടി വളരാതിരുന്നാൽ നമുക്ക് പേടിയാകും. അപ്പോൾ പൈതൽ വളരണം. ഫിസിക്കലായിട്ടുള്ള വളർച്ച ആവശ്യമുണ്ട്. അപ്പോൾ ഫിസിക്കൽ ഏരിയ അവിടെ കവർ ചെയ്യുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം, അവന് ബുദ്ധിപരമായിട്ട് ജ്ഞാനം ദൈവം കൊടുത്തേക്കത്തുള്ളൂ. ജ്ഞാനം നിറയണം, ആത്മാവിൽ ബലപ്പെട്ടു വരണം, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരിക്കണം. അപ്പോൾ ഈ 3-4 മണ്ഡലങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ചോദിച്ചു വാങ്ങിക്കുകയാണ്. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നതിനാൽ യേശുക്രിസ്തുവിനെ ചെറുതായിരുന്നപ്പോൾ തന്നെ മാതാവ് കന്യാമറിയും ജോസഫും കൊണ്ട് ശുദ്ധീകരണ കാലം കഴിഞ്ഞപ്പോൾ അവരെ ആലയത്തിൽ കൊണ്ടുപോകുന്നതും ശിമ്യോന് അവിടെ വന്നിട്ട് യേശുവിനെ കണ്ടിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതും, അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഹന്ന വന്നിട്ട്, ഹന്ന എന്ന പ്രവാചകി വന്നിട്ട് പൈതലിനെ കണ്ട് സന്തോഷിക്കുന്നതൊക്കെ ഇതിൻ്റെ മുൻപിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശിമ്യോൻ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവായ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുവന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ആത്മാവ് ആരും പറഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ ഫോണൊന്നും വിളിച്ചില്ല, അന്ന് ഫോണില്ലല്ലോ. പരിശുദ്ധാത്മാവ് ഫോണിൻ്റെ ജോലി ചെയ്യുമെന്ന് ആർക്കറിയാമോ? മാറി ചില അമ്മമാർ അവരുടെ മക്കളെക്കുറിച്ച് ഒരു വിവരമില്ലെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരെവിടെയാണെന്നുള്ളത് ആത്മാവിൽ ദൈവം കാണിച്ചു തരും. ഞാൻ അതിനെക്കുറിച്ച് പല എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരപ്പൻ സ്വന്തം മകൻ ഇംഗ്ലണ്ടിലായിരുന്നു, എവിടെയാണെന്ന് അറിയത്തില്ല. ഒരു ദിവസം പ്ലെയിൻ കയറി അപ്പൻ അങ്ങ് പോയി. അപ്പൻ ചെന്ന് ഒരു സ്ഥലത്ത്, അതായത് ഇവൻ ബാങ്കിൻ്റെ അടുക്കൊന്ന് കാശെടുക്കാറുണ്ടായിരുന്നു, അവിടെ ചെന്നപ്പോൾ മകൻ അപ്പുറത്തൂടെ നടന്നു പോകുന്നു. അതോടെ അപ്പനും മകനുമായിട്ട് ബന്ധം. ഒരമ്മ എപ്പോഴും പറയാറുണ്ട് അവരുടെ മകനെക്കുറിച്ച്. അവർ പ്രാർത്ഥിക്കുക, എവിടെയാണെന്നുള്ളത് ദൈവം അറിയുന്നു. എവിടെ പോയി വിളിക്കാൻ? ആകാശമണ്ഡലത്തിൽ നക്ഷത്രത്തിൻ്റെ ഇടയ്ക്ക് പോയിരുന്നാലും ഭൂമിയിൽ പാതാളത്തിൽ പാവിരിച്ചാൽ അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എവിടെയാണെന്നുള്ളത് നമ്മളെ. പിന്നെ ചിലർക്ക് ദർശനവരങ്ങളുണ്ട്. അവർ അധികം പ്രാർത്ഥിക്കാതെ തന്നെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്നുള്ളത് കാണിച്ചു തരും. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കൊരു അകത്തൊരു ഉറപ്പ് തരും. ഐ ആം ഇൻ ചാർജ്, ഞാൻ ആ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. നിൻ്റെ ഉദരത്തിലുണ്ടെങ്കിൽ ആ കുഞ്ഞ് എൻ്റേതല്ലേ എന്ന് ദൈവം നമ്മളോട് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഭാരം മാറുകയാണ്. ഇറ്റ് ഈസ് ട്രസ്റ്റിംഗ് ഗോഡ് ടു സച്ച് ആൻ എക്സ്റ്റെൻറ്റ്. അതായത് നമ്മൾ ദൈവത്തെ അങ്ങേറ്റം അങ്ങോട്ട് ആശ്രയിക്കുകയാണ്. ആശ്രയം എന്ന് പറയുന്നത് വിശ്വാസത്തെക്കാട്ടിൽ ഉപരിയാണ്. ഈ ആശ്രയം വരുമ്പോഴത്തേക്ക് നമുക്ക് ആരെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്? ഹന്ന കൊണ്ടുപോയി സമൂവേലിന് അത് മുലകുടി മാറുന്നിടം വരെ ഹന്ന വളർത്തി. അത് കഴിയുന്നുണ്ട് തന്നെ ഹന്ന കൊണ്ട് ദൈവത്തോട് വാഗ്ദത്തം ചെയ്തതുപോലെ ആലയത്തിൽ കൊണ്ട് ഏലി പ്രവാചകനെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. പഴയ നിയമത്തിൽ പല വിശുദ്ധന്മാരും സ്വന്തം അമ്മയല്ല അപ്പന്മാരും അല്ല വളർത്തിക്കൊണ്ട് വന്നത്. അവരെ എങ്ങനെയും മാറ്റിപ്പോയി, അപ്പനും അമ്മയിൽ നിന്ന് മാറിപ്പോയിട്ട്. നമ്മൾ ജോസഫിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ അറിയാം, ശദ്രക് മേശക് അബീനേഗിൻ്റെ അറിയാം, പിന്നെ ജെറമയാൻ്റെ അറിയാം, ദാനിയേലിൻ്റെ അറിയാം. ഇവരൊന്നും അപ്പനും അമ്മയും കൂടെ അല്ലായിരുന്നു. അവരൊക്കെ പ്രവാസികളായിട്ട് യുദ്ധം ചെയ്തിട്ട് പിടിച്ചുകൊണ്ട് പോയവരാണ്. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൈയുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്തിനെ ഒത്തിരി കിടന്ന് ഭാരപ്പെടുന്നത്? നമ്മൾ ഒന്ന് ചെയ്യാം. അവരെവിടെ ആയിക്കോട്ടെ, ഏത് സ്ഥിതിയിലായിട്ട് നമുക്ക് ദൈവനിയോഗമുള്ള കുഞ്ഞുങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മളവരെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം. ശിമ്യോൻ യേശുവിനെ കണ്ടത് വിളിച്ചിട്ടൊന്നുമല്ല. ശിമ്യോൻ ദൈവത്തിൻ്റെ ആത്മാവിൽ വന്നിട്ട് ഇപ്പം പറയുന്നു. ശിമ്യോനോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ, കർത്താവായ ക്രിസ്തുവിനെ കണ്ടിട്ടേ നീ മരിക്കത്തുള്ളെന്ന്. 2 ലൂക്കോസിൻ്റെ സുവിശേഷം 2:26. എന്നാൽ 30 പറയുന്നു, ജാതികൾക്ക്
വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ദൈവം പറഞ്ഞു, പിതാവാം ദൈവം ശിമയോനോട് പറഞ്ഞു, ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടിട്ടേ നീ മരിക്കത്തുള്ളൂ. ആര് പറഞ്ഞു കൊടുത്തൊന്നുമില്ല. തക്ക സമയത്ത് എപ്പം യേശുവിനെയും കൊണ്ടുവന്ന് കന്യാമറിയം അല്ലെ മാതാവ് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുണ്ടായിട്ട് ശിമയോൻ കടന്നു വരിക തന്നെയല്ല, ശിമയോൻ ഈ സൃഷ്ടാവാകുന്ന ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ കണ്ണുകൊണ്ട് കണ്ടിട്ട് വിവേചിച്ചറിഞ്ഞു. അതാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ മുമ്പിൽ കൂടെ എന്തെല്ലാം നടക്കും നമ്മൾ അറിയാതെ പോകുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറ്. ചിലപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, കുറച്ചും കൂടി ഒരു ഇൻറ്റ്യൂഷൻ, അതായത് നല്ലതും ശരിയും ക്ലിയറായിട്ട് അറിയാനുള്ള ഒരു കൃപ കിട്ടിയിരുന്നെങ്കിലും. ചിലരെ നമ്മൾ പറയുമ്പോഴേ അങ്ങ് വിശ്വസിക്കും. അവർ മഹാകള്ളന്മാരായിരിക്കും. അത് അറിയാനുള്ള പ്രത്യേക വരം വേണം. ചില കുഴിയിൽ നമ്മൾ വീഴുമ്പം ആദ്യം ചിരിച്ചുകൊണ്ട് വരും. നമ്മൾ ചോദിക്കണം, ദൈവം ഏത് നിനക്കുള്ളതാണ്. ചില ജോലിക്കാർ വീട്ടിൽ വരുമ്പോൾ ചോദിക്കണം, കർത്താവെ നീ അയക്കുന്നതാണ്. എവിടെയും ദൈവത്തോടൊരു സംസർഗമാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പം അതേപോലെ ഹന്നായും ഹന്ന വന്നിട്ടും കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പം ഹന്നായും സന്തോഷിക്കുന്നു. ഇതൊക്കെ ദൈവനിയോഗം. ദൈവത്തെ സ്തുതിച്ചു എന്ന് പറയുന്നു. അവിടെ അത് കഴിഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു വന്നു, ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് ഈ 4 ഏരിയയിലും വളർച്ച പ്രാപിക്കണം. ഫിസിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ, എല്ലാ ഏരിയയിലും. അത് ചില പിള്ളേരുണ്ടല്ലോ, ഒത്തിരി കഴിവുണ്ട്. അവർ വീട്ടിനകത്തുനിന്ന് പുറത്തോട്ടിറങ്ങത്തില്ല, ഒരു മനുഷ്യരോടും മിണ്ടത്തില്ല. പിന്നെ എങ്ങനെയാണ്? ചിലർക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. ചിലർ വെറും ശുദ്ധന്മാരാ, ഒത്തിരി പൈസ ഉണ്ട്, കള്ളനും കവർച്ചക്കാരും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എങ്ങനെയാണേലും ദൈവത്തിൻ്റെ ഈ ബാലൻസ്ഡായിട്ട് പൈതൽ വളരണം, ജ്ഞാനം കൊണ്ട് നിറയണം, ആത്മാവിൽ ബലപ്പെടണം, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. നമ്മൾ ഈ വായിക്കുന്ന സദൃശ്യവാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ജ്ഞാനം നിൻ്റെ ഹൃദയത്തിന് പ്രവേശിക്കണം. നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ നമ്മുടെ കുഞ്ഞുങ്ങളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേന്ന് പറയണം. പറയാതെ നടക്കത്തില്ല. പലരും പറയും, ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കുക വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചുമ്മാ ഒരു അവതാ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടൂല. ക്ലിയറായിട്ട് പ്രാർത്ഥിക്കാൻ വേദപുസ്തകം പറയുന്നുണ്ട്. സദൃശ്യവാക്യം 2:10-12, 10-12, ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിൻ്റെ മനസ്സിന് ഇമ്പമായിരിക്കും, വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. അത് നിന്നെ ദുഷ്ടൻ്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അല്ല, അവർക്ക് അറിയത്തില്ല, നമ്മൾ പ്രാർത്ഥിക്കേ, എഴുതി വെച്ച് പ്രാർത്ഥിക്കുക, എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. സദൃശ്യവാക്യം 2:10-12 വരെ, യോഹന്നാൻ്റെ 17:1-4 വരെ. അത് നമ്മൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം നമ്മളിൽ ഉണ്ടെങ്കിലേ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അല്ല, ഇപ്പം എല്ലാവരും നമ്മൾ പറയാമെങ്കിൽ, എനിക്കിപ്പോൾ നിങ്ങളുടെ ഉപദേശമൊന്നും ആവശ്യമില്ല, ഞാൻ തന്നെയെല്ലാം ഉണ്ടാക്കിക്കൊള്ളാം എന്നവർ പറയും. വെറുതെ മണ്ടത്തരം. ഇത് സംസാരിച്ചിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 17, യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിൻ്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ചോദിക്കുന്നുണ്ട്, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേൽ അവൻ ആധിപത്യം അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുക എന്ന് തന്നെ നിത്യജീവനാവുന്നു. ഞാൻ ഈ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ക്ലിയറായിട്ട് അപ്പനും മകനും കൂടെ സംസാരിക്കുന്നുണ്ട്. അവിടെയാണ് ബുദ്ധി ജ്ഞാനപരം. അപ്പോൾ നമ്മൾ പറയുന്നത്, ആസ്ക് ഫോർ വിസ്ഡം ആൻഡ് നോളജ്. ദൈവത്തിൽ നിന്ന് ജ്ഞാനവും പരിജ്ഞാനവും കിട്ടാനായിട്ട്. അതിന് യെശയ്യാ 11:2 ഉപയോഗിക്കുന്നത് എപ്പോഴും. ഞാൻ ആരോട് ബുദ്ധിയില്ലെന്ന് പറയുമ്പോഴും ഞാൻ യെശയ്യാ 11:2 പറഞ്ഞു കൊടുക്കും. സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൽ ഒത്തിരി എഴുതിയിട്ടുണ്ട്. സദൃശ്യവാക്യം കുഞ്ഞുങ്ങൾ വായിക്കുന്നത് നല്ലതാണ് ദിനം പ്രതി. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനവും പരിജ്ഞാനം തികഞ്ഞു വരുവോളം നമ്മൾ അവരെ ഇങ്ങനെ നമ്മൾ എണ്ണ ധാര, ഇങ്ങനെ ഓയിൽ ധാര ഒഴിക്കുന്ന പോലെ വചനം ഇവരുടെ മേൽ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. മുല്ലപ്പൂമണം ഏറ്റവും ഇടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ സദാസമയത്ത് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്ന ഇത് പ്രവർത്തിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. ആ ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ആ ദൈവം നമ്മളെ മുൻപോട്ട് നടത്തട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം
നമ്മുടെ കൂടെ തന്നെയല്ല, നമ്മൾ ഉറപ്പ് വരുമ്പം നമ്മുടെ അടുത്ത തലമുറയാണ്. അതെൻ്റെ അമ്മ പുസ്തകം വായിക്കുന്നില്ല ഞാനും വായിക്കത്തില്ല എന്ന് പറയുന്ന ഗതികേട് വരില്ല. ഒരു കാൺകേ വേദപുസ്തകം വായിക്കുക, സമയമെടുക്കുക, പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കുക, തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വരും ഒരു സമയത്തെല്ലാം തിരിച്ചു കൊണ്ടുതരുന്ന ദൈവം കൂടെയാണ്. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു വരുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. കർത്താവേ, അവൻ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു കർത്താവേ. അതുപോലെ ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. ആത്മാവിൽ ബലപ്പെട്ടില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. കോഴിയുടെ ചിറകിൻ്റെ ഉള്ളിൽ, പ്രാവ് അതിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കണമേ. കർത്താവേ, നീ ആത്മാവിൽ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണമേ. അവരോട് നീ സംസാരിക്കുമ്പോൾ കേൾക്കാതിരിക്കാനൊക്കത്തില്ല. അവിടുന്ന് ഒരു വചനം അയച്ചാൽ അത് കേൾക്കാനും അനുസരിക്കാനുള്ള ബുദ്ധി അവർക്ക് പ്രകാശിപ്പിച്ചു കൊടുക്കണമേ. ഇച്ഛ കൊടുക്കുക എന്ന് ഇച്ഛ നിവർത്തിക്കുക എന്ന് ദൈവമല്ലോ തിരിഹിതമുണ്ടായിട്ട് ചെയ്യുന്നത്. രാജാവിൻ്റെ ഹൃദയം നീർത്തോട് കണക്ക് എങ്ങോട്ടാണ് ഒഴുകണമെന്ന് തീരുമാനിക്കുന്നത് അവിടുന്ന്. അവിടെ ഞങ്ങളുടെ തലമുറകളോട്, ഞങ്ങളുടെ ഭവനങ്ങളിലെ ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട്, മക്കളോട്, കൊച്ചുമക്കളോട് ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും കൊണ്ട് നിറയ്ക്കുന്നിടം വരെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ. ശാശ്വതമായ ഭുജങ്ങളിൽ അവരെ പൊതിയണമേ. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് അവരെ ഏൽപ്പിച്ചു തരുന്നു. ഉന്നതനായ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഇതാ നിൻ്റെ ദാസൻ, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുന്നതിന് മുൻപ് വചനത്തിൻ്റെ ആഴമേറിയ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്നെ കാണാനുള്ള കൃപയിട്ട് തരണമേ. ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവം തന്നെയാണെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കാൻ ഞങ്ങൾക്ക് പ്രത്യേക വിവേചനം, പരിശുദ്ധാത്മാവിനെ തരണമേ. വിവേചനാത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് തരേണ്ടത്. ഏതാണ് ശരി തെറ്റെന്ന് മനസ്സിലാക്കാൻ അറിയാത്തപ്പോൾ വീണ്ടും നിൻ്റെ സന്നിധി വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം പറയുന്നിടം വരെ, ക്ലാരിറ്റി കിട്ടുന്നിടം വരെ നിൻ്റെ സന്നിധിയിലിരുന്ന് മക്കളെ യഥാസ്ഥാനപ്പെടുത്തുവോളം, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, അതിന് ഭൂമിയിൽ പ്രശംസ വിഷയമാക്കുവോളം എങ്ങനെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. അറിയാവുന്നവരെ കൂടെ കൂട്ടിന് തരണമേ. അതൊന്നും അല്ലെങ്കിൽ പരിശുദ്ധാത്മാ പ്രാർത്ഥിക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.